തെക്കൻ മേഖലാ ജാഥ തൃശൂർ ജില്ലയിൽ ഇന്ന് പര്യടനം ആരംഭിക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് വടക്കാഞ്ചേരിയിലെ ഓട്ടുപാറയിലാണ് ആദ്യ പര്യടനം സ്വീകരണ കേന്ദ്രം. അതിനുശേഷമാണ് മറ്റിടങ്ങളിലേക്ക് പോവുക. വിവരങ്ങളുമായി സാരംഗ തൃശൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സാരംഗ, ഇന്നലെ ചേലക്കരയിൽ തെക്കൻ മേഖലാ ജാഥയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. ഇന്നിപ്പോൾ പര്യടനം തുടങ്ങുകയാണ്. ഇന്ന് ആദ്യ സ്വീകരണ കേന്ദ്രം വടക്കാഞ്ചേരിയിൽ ഓട്ടുപാറയിലാണ്. തുടർന്ന് യാത്രയുടെ പര്യടനം എങ്ങനെയാണ്? മനു, ഇന്ന് ആദ്യത്തെ പര്യടനം, അതായത് തെക്കൻ മേഖലാ ജാഥയുടെ ആദ്യത്തെ പര്യടനം ഇന്ന് വൈകിട്ട് 5 മണിയോടെ ആരംഭിക്കും. വടക്കാഞ്ചേരി ഓട്ടുപാറയ്ക്ക് സമീപത്ത് നിന്നാണ് ആദ്യ പര്യടനം ആരംഭിക്കുന്നത്. 5 മണിയോടെ ആരംഭിക്കുന്ന പര്യടനം 6 മണിക്ക് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് എത്തും. അതോടുകൂടി ആദ്യത്തെ ദിവസത്തെ പര്യടനത്തിന് സമാപനമാകും. തുടർന്ന് നാളെയാണ് രണ്ടാം ഘട്ട പര്യടനം ആരംഭിക്കുന്നത്. അത് ചാവക്കാട്, മുല്ലശ്ശേരി, ചേർപ്പ്, അതുപോലെ തന്നെ മതിലകം എന്നീ മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തി വൈകിട്ട് 5 മണിയോടെ തേക്കിൻകാട് മൈതാനത്തെത്തി സമാപനമാകും. അടുത്ത ഘട്ടം മൂന്നാം ഘട്ടമാണ്. അതായത് വെള്ളിയാഴ്ച പുതുക്കാട് നിയമസഭാ മണ്ഡലം, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി എന്നിങ്ങനെ പര്യടനം നടക്കും. അതിനുശേഷം ചാലക്കുടിയിലാണ് വൈകിട്ട് 5 മണിക്ക് സമാപനം നടക്കുന്നത്. അതിനുശേഷമാണ് അടുത്ത ജില്ലകളായിട്ടുള്ള ആലപ്പുഴയിലേക്കും മറ്റും കടക്കുന്നത്. എന്തായാലും ഇന്നലെ തെക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടനം, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം വലിയ ആഘോഷമായി നിരവധി കലാരൂപങ്ങളോടെയും അതുപോലെ തന്നെ നാടൻപാട്ട് ഉൾപ്പെടെയുള്ള പരിപാടികളോടെ വലിയ ആഘോഷമാക്കുകയാണ്. നിരവധി ആളുകളാണ് ഈ ചേലക്കരയിൽ സംഘടിപ്പിച്ച തെക്കൻ ജാഥയുടെ ഉദ്ഘാടനത്തിനായിട്ട് എത്തിയിട്ടുള്ളത്. പ്രധാനമായും മുഖ്യമന്ത്രി അടക്കം വലിയ സന്നാഹത്തോടു കൂടി എത്തി വലിയ ആഘോഷമാക്കി നിരവധി ആളുകൾ, അത് സാധാരണ മേഖലയിൽ നിന്നുള്ളവർ, ഓട്ടോ തൊഴിലാളികൾ, ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ, അങ്ങനെ നിരവധി സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള തൊഴിലാളികൾ, സാധാരണക്കാർ, വീട്ടമ്മമാർ, തൊഴിലാളികൾ അങ്ങനെ സജീവമായിരുന്നു. അതായത് ഇവരെല്ലാം കൊണ്ട് തന്നെ ആ ജാഥ ഇന്നലെ വലിയ രീതിയിൽ സജീവമായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. വലിയ രീതിയിലുള്ള വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുള്ളത്. പ്രധാനമായും 2016 മുതൽ LDF സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ കേരളത്തോടും സംസ്ഥാനത്തോടും കേന്ദ്ര സർക്കാർ കാണിച്ചു വരുന്ന നയങ്ങളെ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിൽ തുറന്നുകാട്ടി. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെയും, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളോട് മൃദു സമീപനം പാലിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം കാഴ്ചവെക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കേവലം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നീങ്ങുന്ന കോൺഗ്രസിനെതിരെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള പ്രചരണങ്ങളെയൊക്കെ തന്നെ മുഖ്യമന്ത്രി തുറന്നു കാട്ടി. അതുപോലെ തന്നെ ജാഥ ക്യാപ്റ്റനായിട്ടുള്ള ബിനോയ് വിശ്വവും ഇത്തരത്തിൽ പ്രതിപക്ഷത്തിനെയും കേന്ദ്ര സർക്കാരിനെതിരേക്ക് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് മുതൽ ജാഥയ്ക്ക് തുടക്കമാകുകയാണ്. അതുപോലെ തന്നെ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലാണ് ഈ സ്വീകരണം നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. 12 ഇടങ്ങളിലാണ് ഈ തെക്കൻ മേഖലാ ജാഥയ്ക്ക് തൃശ്ശൂർ ജില്ലയിൽ സ്വീകരണം നൽകുന്നത്. അതിനുവേണ്ടി ഏരിയ കമ്മിറ്റികളടക്കം തിരിച്ചുകൊണ്ട് ഇത്തരത്തിൽ സംഘടക സമിതികളെ രൂപീകരിച്ചു. വേണ്ട വിപുലീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വേദികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അങ്ങനെ വിപുലമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. തൊഴിലാളികൾ, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊഴിലാളികൾ, സാധാരണക്കാർ, വീട്ടമ്മമാർ, അങ്ങനെ എല്ലാ ജനവിഭാഗങ്ങളെ കൊണ്ടും പങ്കാളിത്തം ഈ ജാഥകളിലും അതുപോലെ തന്നെ പര്യടനങ്ങളിലും കാണാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്. എന്തായാലും വലിയ ആവേശത്തോടെ ഇന്ന് പര്യടനം ആരംഭിക്കുകയാണ്. തെക്കൻ മേഖലാ ജാഥയുടെ പര്യടനം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിൽ ആരംഭിക്കുകയാണ്. മനു.